ജ്യോതിസ്വരൂപരായ ശാന്തസ്വരൂപരായ എല്ലാ ആത്മാക്കൾക്കും നമസ്കാരം. ആത്മാവിനെക്കുറിച്ചുള്ള അതിനിഗൂഢമായ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന നിരവധി ശ്ലോകങ്ങൾ നമ്മളിപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. കർമ്മത്തിൻ്റെ ഗൂഹ്യഗതികളെക്കുറിച്ചും പുനർജന്മ രഹസ്യങ്ങളെക്കുറിച്ചും നമ്മൾ അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് ജീവിതത്തെ നല്ല രീതിയിൽ ഉയർത്തിയെടുക്കുവാനുള്ള വിദ്യയാണ് ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കർമ്മ നിയമങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി കർമ്മ നിയമങ്ങൾ അറിഞ്ഞതിന് ശേഷം എന്ത് തരം കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതായത് കർമ്മ നിയമങ്ങൾ പഠിച്ച ഓരോരുത്തർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ശരി, ഞാനിപ്പോൾ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് രക്ഷപ്പെടണം, ഞാനിനി എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവലുണ്ട്. ഞാൻ ഇനി എന്തു ചെയ്യുമെന്ന് അവർക്കുള്ളതാണ് ഇനി കാണുന്ന കുറച്ച് ഭാഗങ്ങളിലെ ശ്ലോകങ്ങൾ. കർമ്മം പുണ്യകർമ്മമാക്കി മാറ്റാൻ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഏത് തരം കർമ്മങ്ങളെയാണ് പുണ്യകർമ്മം എന്ന് പറയുന്നത്? പാപകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പുണ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞ ഒരു തരം കുറേ കർമ്മങ്ങൾ ഇരിക്കുന്നുണ്ട്, പിന്നെ പാപകർമ്മങ്ങൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടം കർമ്മങ്ങൾ വേറെയും ഇരിക്കുന്നുണ്ട്. ആ കർമ്മങ്ങളെന്നും പോയി തുടരുത്, ഈ കർമ്മങ്ങളെയൊക്കെ ആയിരിക്കണം നമ്മൾ ആശ്രയിക്കേണ്ടത്. എന്നാൽ അങ്ങനെയല്ല അത് വാസ്തവം. കർമ്മങ്ങൾ അത് ദിവ്യഗുണങ്ങൾ നിറഞ്ഞ് ചെയ്യുമ്പോൾ അത് പുണ്യകർമ്മമാവുകയും അതേ കർമ്മങ്ങൾ ദുർവികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോൾ അത് പാപകർമ്മമാവുകയും ചെയ്യുന്നു. ഇതാണ് വാസ്തവം. കർമ്മം നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ മാനസിക നിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ കർമ്മത്തിൽ തിരുത്തൽ ഉണ്ടാകണമെങ്കിൽ മനസ്സിൽ തിരുത്തൽ ആവശ്യമാണ്. കർമ്മത്തെ ശരിയാക്കാൻ പറ്റില്ല. കർമ്മത്തെയായിട്ട് ശരിയാക്കാൻ ശ്രമിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിനെയാണ് ശരിയാക്കേണ്ടത്. ശരിയായ ഒരു മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ശരിയായ കർമ്മങ്ങളായിരിക്കും. ഒരു സോപ്പ് നിർമ്മാണ ഫാക്ടറിയിലെ അച്ഛന് ഒരിക്കലൊരു തകരാറ് പറ്റി. അത് കാരണത്താൽ ആ സോപ്പ് നിർമ്മാണ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ സോപ്പിലും അതിന്റെ ഷേപ്പിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷേപ്പ് ഇങ്ങനെ കേടുവന്നൊരു ഷേപ്പിലാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഷേപ്പിനെ വീണ്ടും മിനുക്കുപണി ചെയ്തെടുക്കാൻ വേണ്ടി കുറെ ജോലിക്കാരെയും നിയമിച്ചു. ഇത് എത്രയോ കാലമായിട്ട് ഈ കേടുവന്ന് വരുന്ന സോപ്പുകളെയൊക്കെ മിനുക്കിയെടുത്ത് വീണ്ടും പഴയ പോലെ ഷേപ്പ് ഉണ്ടാക്കിയെടുത്ത് പാക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു ബുദ്ധിമാൻ അവിടെ വന്നത്, കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഇത് എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ചെയ്താൽ എത്ര കാലം നിങ്ങൾ ഈ സോപ്പ് ഫാക്ടറിയിൽ ഈ ജോലിക്കാരെ നിയമിക്കും? ഇതിന്റെ അച്ചൊന്ന് അഴിച്ചു നോക്കിക്കൂടെ, അകത്തെന്താ പ്രശ്നം എന്നുള്ളത്? അങ്ങനെ അവർ ആ അച്ച് അഴിച്ചു നോക്കുകയും അതിനകത്ത് കടന്നുകൂടിയിട്ടുള്ള തകരാറിനെ ശരിയാക്കുകയും ചെയ്തു. തുടർന്ന് ആ അച്ചിലൂടെ വരുന്ന ഓരോ സോപ്പുകളും നല്ല രീതിയിലുള്ള രൂപഭംഗിയുള്ളതായി മാറി. അപ്പോൾ സോപ്പ് ഇവിടെ കർമ്മമാണ്, അച്ച് ഇവിടെ മനസ്സാണ്. നല്ല ഒരു മനസ്സുള്ള ആൾക്ക് മാത്രമേ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നല്ല കർമ്മങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കർമ്മങ്ങളിലും പുണ്യകർമ്മത്തെ നമുക്ക് ആവാഹിക്കാം. അത് നല്ല ഒരു ഭാവനയോടുകൂടിയും ദിവ്യഗുണങ്ങളുടെ മഹനീയ സാന്നിധ്യത്തോടുകൂടിയും ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ കർമ്മത്തിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ മാറ്റുന്നതിനും കർമ്മത്തിനെ കുറിച്ചുള്ള ഭയം അകറ്റുന്നതിനും തന്റെ ഭാവിയുടെ മേലുള്ള ആശങ്കകൾ അകറ്റുന്നതിനും ഇനി നമ്മൾ അടുത്ത ശ്ലോകങ്ങളിലേക്ക് കടക്കുകയാണ്. ഭാവിയെക്കുറിച്ച് ഉള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ പലർക്കും പേടിയാണ്. എൻ്റെ ഭാവി എന്താകും? പലരും പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. തൻ്റെ ഭാവിയിൽ തൻ്റെ കുട്ടികൾക്ക് രോഗം വരുമോ, എനിക്കെന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമോ, ഞാനെങ്ങാൻ കടന്നുപോയാൽ എൻ്റെ വീടാര് നോക്കും, ഓഹരി നിലവാരം എങ്ങാൻ താഴ്ന്നു പോകുമോ, ബിസിനസ് എങ്ങാൻ ഡള്ളാകുമോ, ഇങ്ങനെ ഒരുപാട് ഭയങ്ങളുണ്ട് മനുഷ്യർക്ക്. രോഗം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചില ഡെപ്പോസിറ്റുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അവർ രോഗം ബുക്ക് ചെയ്ത് വെക്കുകയാണ്, പൈസ അടച്ച് ബുക്ക് ചെയ്തിരിക്കുകയാണ് രോഗത്തെ. ആ ഒരു ചിന്ത നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്, എനിക്ക് ഭാവിയിൽ രോഗം വന്നാൽ ചികിത്സിക്കാൻ എന്ന് പറഞ്ഞ്. മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പൈസ നീക്കി വെച്ചവർക്ക് തീർച്ചയായും അത്രയും പൈസയ്ക്ക് ചികിത്സിക്കാനുള്ള രോഗം വന്നേ മതിയാകും.
കാരണം അതാണ് പ്രപഞ്ച നിയമം. അങ്ങനെ ഒരു കരുതലുള്ളവന് അത് തീർച്ചയായും ആഹ്വാനം ചെയ്തു കഴിഞ്ഞു, സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ മനുഷ്യന് ഒരുപാട് ഭയങ്ങളുണ്ട്. ഈ ഭയങ്ങളിൽ നിന്ന് മുക്തമാകാൻ നോക്കാതെ അതിനുള്ള മറ്റു പരിഹാരങ്ങളാണ് മനുഷ്യൻ തേടുന്നത്. എങ്ങനെ ഭയങ്ങളിൽ നിന്ന് മുക്തമാകും? നോക്കൂ, ഒരു തെങ്ങും തോപ്പ് വച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു കർഷകൻ തെങ്ങിൻ തൈകളെല്ലാം വച്ചതിന് ശേഷം അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് വിഷമത്തിലാണ്. എന്താണെന്നറിയോ? ഇനി തെങ്ങെങ്ങാൻ വളർന്നു വലുതായിട്ട് ഇതിലൊക്കെ അടക്കയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെ ചിന്തിച്ചിരുന്ന് വിഷമിക്കുകയാണ്. അത് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഭാവിച്ചു നോക്കൂ. തെങ്ങിൻ തോപ്പ് വച്ചിട്ടൊരാൾ ഇതിലെങ്ങാൻ അടക്കയുണ്ടായി പോയാൽ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിട്ടിരിക്കാം. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ, ഉറപ്പല്ലേ? അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല നിലവാരത്തിലുള്ളതാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നൊരു ഭയം നമുക്ക് വേണ്ട. ഭയം ആർക്കാണ് ഉണ്ടാകുന്നത്? തന്റെ കർമ്മങ്ങൾ പാളിയിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക്. കർമ്മങ്ങൾ പാളിപ്പോയവർ പേടിക്കണം. എന്നാൽ കർമ്മങ്ങളുടെ ഗതി ശരിയായിട്ടുള്ള ആൾക്ക് ഈ ലോകത്ത് ഒന്നിനെയും ഭയക്കണ്ട, ജീവിതത്തെ ഭയക്കണ്ട, ഭാവിയെക്കുറിച്ച് ആശങ്ക വ്യാകുലത വേണ്ട. കാരണം താൻ നിർണയിച്ചു വെച്ചിരിക്കുകയാണ് തന്റെ കർമ്മങ്ങളിലൂടെ തന്റെ ഭാവി. ഇതൊന്നും യാദൃശികമായിട്ട് വരില്ല. ഭാവിയൊന്നും നമ്മൾക്കിപ്പോൾ ഡിസൈൻ ചെയ്യാം നമ്മുടെ ഭാവി. നമ്മൾ മുൻപൊരു അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ കർമ്മം എങ്ങനെയുള്ളത് ചെയ്യണം, കർമ്മം നല്ലത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ശ്ലോകം ഇതാ വരികയാണ്. ഭഗവാൻ ഗീതയിലെ 2-ാം അധ്യായത്തിലെ 53-ാം ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുന്നു. ശ്രുതി വിപ്രതിപന്നാത്തെ യദാ ധാസ്യതി നിശ്ചല സമാധാവജല ബുദ്ധിസ്തദാ യോഗമവാപ്സ്യസി. അതായത് പലതും കേട്ട് ഇളകിയ മനസ്സിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പല പല ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ, പല പല ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവുകൾ, പല പല രീതിയിലുള്ള ആചാരങ്ങൾ, അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാത്തിലും അന്ധമായ വിശ്വാസങ്ങൾ, ഇങ്ങനെ സർവ്വതിലും കൈകടത്തിയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ബുദ്ധി ഇളകിക്കൊണ്ടിരിക്കും എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് ചിലരുടെ സ്വഭാവം തന്നെ ഇതാണ്. എല്ലാ സത്സംഗങ്ങളിലും പോയിരിക്കും, ഒന്നും അവിടെ നിന്നൊന്നും ഒരു ക്രോഡീകരിച്ച ഒരു അറിവ് സമ്പാദിക്കുകയൊന്നും ചെയ്യില്ല. എല്ലായിടത്തും പോയിരിക്കും, എല്ലാം കേൾക്കും, ആരെന്ത് പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കും, എവിടെ എന്തൊക്കെ കേട്ടോ അവിടേക്ക് എത്തും. പക്ഷെ അദ്ദേഹത്തിന് പുരോഗമനമൊന്നും ഉണ്ടായിരിക്കില്ല. ജീവിതം ആശയക്കുഴപ്പത്തിലായിരിക്കും അവർക്ക് എപ്പോഴും. അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സ് ചഞ്ചലമായിരിക്കും. അവർ വാസ്തവത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ വലിയ ആത്മീയവാദിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം എന്താ ഇങ്ങനെ എന്ന് തോന്നും. യഥാർത്ഥ ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് പോലും പേരുദോഷം ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെയുള്ളവർ. കാരണം എന്താ വെച്ചാൽ ഇവർ ചെയ്യുന്ന മാർഗം ശരിയല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് നമ്മളോട്. കാരണം അവർ ഒരു വഴിയിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ബുദ്ധി ചിതറിക്കിടക്കുക, ഏകാഗ്രതയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ എന്താ പറഞ്ഞതെന്നറിയോ? ഓരോ തരം അറിവുകളെ അകത്ത് ശേഖരിച്ചു വെച്ച് വിഭിന്ന ദിശയിലുള്ള അറിവുകളെ, 2 ധ്രുവങ്ങളിലുള്ള അറിവുകളൊക്കെ, ഒരിടത്ത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുക. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചിലർ 1 തിരിയിട്ട വിളക്ക് കൊളുത്തണം എന്ന് പറയും, ചിലർ 2 തിരിയിട്ട് വിളക്ക് കൊളുത്തണം എന്ന് പറയും, ചിലർ 5 തിരിയിട്ട് കൊളുത്തണം എന്ന് പറയും. ചില ബുക്കുകളിൽ ചിലപ്പോൾ 7 തിരിയിട്ട് കത്തിക്കണമെന്ന് വായിച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം കൂടി പഠിച്ചൊരു വ്യക്തി എത്ര തിരിയിട്ടും? ചിലർ വടക്കോട്ട് തലവെച്ച് കിടക്കാൻ പറയും, ചിലർ തെക്കോട്ട് തലവെച്ച് കിടക്കാൻ പറയും, ചിലർ കിഴക്കോട്ട് തലവെച്ച് കിടക്കാൻ പറയും. ഇദ്ദേഹത്തിന്റെ തല ഇദ്ദേഹം ഏത് ദിശയിലേക്ക് വെക്കും? ചിലർ കുളിച്ചിട്ട് എണ്ണ തേക്കാൻ പറയും, ചിലർ എണ്ണ തേച്ചിട്ട് കുളിക്കാൻ പറയും. ചിലർ ഈറൻ ഉടുക്കണം എന്ന് പറയും, ചിലർ ഈറൻ ഉടുക്കരുതെന്ന് പറയും. ചിലർ ചമ്രം പടിഞ്ഞിരുന്നിട്ട് പ്രാർത്ഥന ചെയ്യണമെന്ന് പറയും, ചിലർ നിന്നിട്ട് ചെയ്യണമെന്ന് പറയും, ചിലർ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ചെയ്യണമെന്ന് പറയും. ഇതിലേതു ചെയ്യും? ചിലർ അയ്യപ്പനാണ് ശക്തിശാലി, അയ്യപ്പനെ പൂജിക്കണം എന്ന് പറയും. ചിലർ അയ്യോ അത് വേണ്ട, ഗണപതിയാണ് അയ്യപ്പനേക്കാൾ മുതിർന്നത്, ഗണപതിയെ പൂജിക്കണം എന്ന് പറയും. ചിലർ അല്ല, ഗണപതിയുടെയും അയ്യപ്പന്റെയൊക്കെ അച്ഛനാണ് ശിവൻ, അവിടെ പൂജിക്കണം എന്ന് പറയും. ഇങ്ങനെ എല്ലാം കൊണ്ടും കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇദ്ദേഹം. അങ്ങനെയുള്ള മനുഷ്യരുടെ ബുദ്ധി ചഞ്ചലമായിരിക്കും. അവരുടെ ബുദ്ധി ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ഉറച്ചു നിൽക്കണമെങ്കിൽ ആദ്യം ഈ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് അവർ പുറത്തു കടക്കേണ്ടിയിരിക്കുന്നു. ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് പുറത്തു വന്ന് ഏകാഗ്ര ബുദ്ധിയോടെ ആത്മാവിലേക്ക് ശ്രദ്ധിക്കാനുള്ള ചുവട് ആദ്യം വെക്കണം. ആദ്യം ചെയ്യേണ്ടത് തൽക്കാലം ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ആത്മാവിലേക്കുള്ള ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങണം. ഇതാണ് ആദ്യത്തെ ചുവടായിട്ട് ചെയ്യേണ്ടത്. ബാക്കി ഈശ്വരന്റെ സഹായം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചുവടാണ് ഇക്കൂട്ടർ ആദ്യം എടുത്തു വെക്കേണ്ടത് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് അങ്ങനെ അനവധി ചാബല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്ഥിരമായി ബുദ്ധി ഉറച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ സാധിക്കുമോ? ഇതൊക്കെ ഇങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ, ചെയ്തു കാണിക്കാൻ പറ്റുമോ? അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ ലക്ഷണം എന്താ? ഇങ്ങനെയുള്ള സംശയം നമുക്കുണ്ടാവും. അടുത്ത ശ്ലോകം അതാണ്, ഗീതയിലെ 2-ാം അധ്യായത്തിലെ 54-ാം ശ്ലോകം. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്ഥസ്യ കേശവ തിതധി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുനൻ ചോദിക്കുകയാണ്, ഭഗവാനെ, സമാധിസ്ഥനായ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും? ഇതാണ് ചോദ്യം. സമാധിസ്ഥനായ, അങ്ങ് പറഞ്ഞ പോലെ ഉള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം, സമാധിസ്ഥനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ സംഭാഷണം എങ്ങനെയുള്ളതായിരിക്കും? അദ്ദേഹത്തിന്റെ നടപ്പും ഇരിപ്പും ഒക്കെ എങ്ങനെയുള്ളതായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ സമാധിസ്ഥനായ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളാ ചോദിക്കുന്ന അർജുനൻ. സമാധിസ്ഥൻ എന്നാൽ എന്താണ് അർത്ഥം? ഈ സമാധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനെക്കുറിച്ചും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് കേട്ടോ. ചിലർ സമാധി എന്ന് വെച്ചാൽ മഹാത്മാക്കൾ, സ്വാമിമാരെല്ലാം ശരീരം ത്യജിക്കുന്ന ആ പരിപാടിയെയാണ് ചിലർ സമാധി എന്ന് വിളിക്കുന്നത്. ചിലര് ആര് മരിച്ചാലും അവരുടെ കുഴിമാടത്തിന് മുകളിൽ ഉണ്ടാക്കുന്ന ശവകുടീരത്തിനെ സമാധി എന്ന് വിളിക്കുന്നു. സമാധി എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല. സമാധി, ധി എന്നാൽ ബുദ്ധി, സമ എന്ന് വെച്ചാൽ ഒരുപോലെ, സമാധി എന്ന് വെച്ചാൽ ബുദ്ധിയുടെ സ്ഥിരത, സ്ഥിരബുദ്ധിയുള്ള അവനാണ് സമാധിസ്ഥൻ. സ്ഥിതപ്രജ്ഞൻ, ഏകരസൻ, എപ്പോഴും ഒരുപോലെയുള്ള ഒരു ബുദ്ധി നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ആള്, ആ ആളെയാണ് സമാധിസ്ഥൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങിപ്പോ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ബുദ്ധിക്ക് സ്ഥിരത കൈവരിക്കേണ്ടിയിരിക്കുന്നു എന്ന്. എങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? സമാധിസ്ഥനായ ഏതെങ്കിലും വ്യക്തി ലോകത്തുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ ലക്ഷണം എന്തായിരിക്കും എന്നാണ് അർജുനന്റെ ന്യായമായിട്ടുള്ള ചോദ്യം. അതിനുള്ള ഉത്തരം ഭഗവാൻ നൽകുകയാണ് 2-ാം അധ്യായത്തിലെ 55-ാം ശ്ലോകത്തിലൂടെ. പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ഈ ശ്ലോകത്തിൽ പറയുന്നത്, ഈ സമാധിസ്ഥനായ വ്യക്തി ആദ്യം മനസ്സുണ്ടാക്കി വെക്കുന്ന ഇന്ദ്രിയ ഭോഗാസക്തികളെ ത്യജിച്ചവനായിരിക്കും. അതായത് മനസ്സിൽ ഇങ്ങനെ തോന്നുന്നതിനെയൊക്കെ നടത്തിക്കൊടുക്കുന്ന ആളായിരിക്കില്ല. മനസ്സിനെ തോന്നുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളായിരിക്കും. മനസ്സിന് എന്തോ കഴിക്കണമെന്ന് തോന്നി അപ്പോഴേക്കത് വാങ്ങി കഴിക്കുക. മനസ്സിൽ ഒരു സിനിമ കാണണമെന്ന് തോന്നി അപ്പോഴേക്കത് പോയി കാണുക. മനസ്സിൽ ഒരാളോട് ഇങ്ങനെ സംസാരിക്കണം എന്ന് തോന്നി അപ്പോഴേക്ക് അങ്ങനെ സംസാരിക്കുക. ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി അപ്പോഴേക്ക് പ്രതികരിക്കുക. ചിരിക്കണം എന്ന് തോന്നിയപ്പോഴേക്ക് ചിരിക്കുക. കരണമെന്ന് തോന്നിയപ്പോഴേക്ക് കരയുക. മനസ്സിലിങ്ങനെ പലതും തോന്നിക്കൊണ്ടിരിക്കും. നമ്മൾ ഇതിനെയൊക്കെ കർമ്മങ്ങളായി പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താകും? അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, മനസ്സുണ്ടാക്കി വെക്കുന്ന ഇന്ദ്രിയ ഭോഗാസക്തികളെ ത്യജിക്കുകയും ആത്മാവിൽ തന്നെ സംതൃപ്തിപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ, അതാണ് സമാധി. മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ടും മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടും ജീവിക്കാതെ അങ്ങനെ സാധിക്കില്ല. മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല നമുക്ക്. കാരണം മനസ്സിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാലേ തൃപ്തി ഉണ്ടാവുള്ളൂ എന്ന് മനസ്സ് ഡിമാൻഡ് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ തൃപ്തിപ്പെടുത്താതെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുക. മനസ്സിനെ തൽക്കാലം നീ അവിടെ നിൽക്ക്, നിന്നെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ എനിക്കിപ്പോ എൻ്റെ ജീവിതം മുഴുവൻ തീരും. അതുകൊണ്ട് ആത്മാവ് തൃപ്തിപ്പെടുമ്പോൾ മനസ്സ് സ്വമേധയാ തൃപ്തികരമായ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിനാൽ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർമ്മത്തിൽ മുഴുകുന്നവരാണ് സമാധിസ്ഥൻ എന്നാണ് ഭഗവാന്റെ ഉത്തരം. അതിനെ ഒന്നുകൂടി സ്പഷ്ടീകരിക്കുന്ന തരത്തിൽ അടുത്ത ഒരു ശ്ലോകം വരികയാണ്, 2-ാം അധ്യായത്തിലെ 58-ാം ശ്ലോകം. യദാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇവിടെ ഒരാമ തന്റെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ വിഷയാസക്തികളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാൻ കഴിവുള്ളവനെ സ്ഥിരബുദ്ധിയുള്ളവൻ എന്ന് വിളിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ആമ കണ്ടിട്ടില്ലേ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നത്? അത് സദാ തന്റെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കില്ല, ആവശ്യമുള്ളപ്പോഴേ ഉപയോഗിക്കുന്നു. ഇതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. നാവുള്ളതുകൊണ്ട് എല്ലാം പറഞ്ഞോളണമെന്നില്ല. ചില സമയത്തൊക്കെ അതിന് മിണ്ടാതിരിക്കാനും പഠിപ്പിക്കണം. കണ്ണ് ഉള്ളതുകൊണ്ട് കാണുന്നതെല്ലാം നോക്കിക്കൊള്ളണമെന്നില്ല. കാണാൻ
സാധിക്കുന്നതിലേക്കൊക്കെ കണ്ണു പോകണമെന്നൊന്നുമില്ല. കണ്ണുകൊണ്ട് കാണാതിരിക്കാനും പറ്റും, കാണാനും പറ്റും. നാവ് കൊണ്ട് മിണ്ടാനും പറ്റും, മിണ്ടാതിരിക്കാനും പറ്റും. അപ്പോൾ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുകയും ആവശ്യത്തിന് ശേഷം ഒതുക്കി വെക്കുകയും ചെയ്യുന്ന ഇന്ദ്രിയങ്ങളുടെ ഉടമസ്ഥൻ. മനസ്സിലായില്ലേ? ആമ ചെയ്യുന്നത് പോലെ തന്റെ ആവശ്യത്തിന് മാത്രമേ ആമ ഉപയോഗിക്കുള്ളൂ, വെറുതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കില്ല. ആവശ്യം കഴിഞ്ഞാൽ അത് അകത്ത് കയറ്റി വയ്ക്കും. അപ്പൊ ഈ ഒരു നിയന്ത്രണം കൈവരിച്ച വ്യക്തിയെ സ്ഥിരബുദ്ധിയുള്ളവൻ എന്ന് വിളിക്കാം എന്നാണ് പറയുന്നത്. ഇനി സ്ഥിരബുദ്ധി ഇല്ലാതെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ അറിയണ്ടേ. സ്ഥിരബുദ്ധി ഇല്ലാതെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു വീണ്ടുവിചാരമില്ലാതെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ, അഥവാ മനസ്സിനെ തൃപ്തിപ്പെടുത്താം എന്ന് നിങ്ങൾ വ്യാമോഹിച്ചാൽ എന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്ത് എന്നുള്ളത് ഇനിയൊരു ശ്ലോകത്തിൽ കാണാം. 2-ാം അധ്യായത്തിലെ 62-ാം ശ്ലോകവും 63-ാം ശ്ലോകവും ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗാത് സംജായതേ കാമ കാമാത് ക്രോധോ അഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. അതായത് ഈ ശ്ലോകം നമ്മളോട് പറയുന്നത് ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, അതായത് മനസ്സിലുണ്ടാകുന്ന ഇന്ദ്രിയാസക്തികളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ജീവിക്കുന്നവർക്ക് അവയിൽ ക്രമേണ ആസക്തി വർദ്ധിച്ചു വരികയും ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ മുഴുകിയിട്ട് ആസക്തി വർദ്ധിക്കുക. മനസ്സിലായോ? നാവിലൂടെ മനസ്സ് സന്തോഷിക്കുവാൻ വേണ്ടി നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് അവസാനം ഒരു ഭക്ഷണപ്രിയനായി മാറും, ഭക്ഷണങ്ങൾക്ക് അഡിക്റ്റായ ഒരവസ്ഥ. അതുപോലെ കാതിനെ സുഖിപ്പിക്കുവാൻ വേണ്ടി പാട്ടുകൾ കേട്ട് പാട്ടുകൾക്ക് അടിമയാകുന്ന ഒരവസ്ഥ. കണ്ണിലൂടെ മനസ്സ് സന്തോഷിപ്പിക്കുവാനുള്ള കാഴ്ചകൾ കണ്ട് പലതരം കാഴ്ചകൾക്ക് അടിമയാകുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങൾക്കുള്ള അന്നം നൽകി ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇന്ദ്രിയങ്ങൾ അവസാനം നമ്മളെ ഭരിക്കാൻ തുടങ്ങും. നമ്മൾ ഇന്ദ്രിയങ്ങളുടെ യജമാനന്മാരാണ് ആത്മാക്കൾ. അവസാനം ഇന്ദ്രിയങ്ങൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ആത്മാവ് ഇന്ദ്രിയങ്ങളുടെ അടിമയായി മാറുകയും ചെയ്യും. ശരീരത്തിൽ ബന്ധനസ്ഥനാകും ആത്മാവ്. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ട ഒരവസ്ഥയാവും. അതായത് തൊഴിലാളികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുതലാളി ജീവിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? മുതലാളി ആത്മാവാണേ, ഈ ഇന്ദ്രിയങ്ങളൊക്കെ തൊഴിലാളികളാണ്. പിന്നെ തൊഴിലാളി ഭരണം തുടങ്ങും. ആത്മാവിന് മിണ്ടാനുള്ള അവകാശം പോലും നശിക്കും. അത്രയും ഒരു അധപ്പതിച്ച ഒരവസ്ഥയിലേക്ക് ആത്മാവ് എത്തും. ഇങ്ങനെയുള്ള ഒരു ആസക്തിയിൽ പെട്ടുപോയാൽ ആഗ്രഹങ്ങളുടെ നീണ്ട നിരയുണ്ടാകും. അതാണ് ഈ ശ്ലോകം പറഞ്ഞു തരുന്നത്. ആഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിക്കും. പിന്നെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആഗ്രഹങ്ങൾ കാരണത്താൽ ക്രോധവും. എങ്ങനെ? ആഗ്രഹങ്ങൾ നടക്കാതെയായാൽ സ്വമേധയാ ക്രോധം വരും. അപ്പോൾ ആഗ്രഹങ്ങൾ കാരണത്താൽ ക്രോധവും, ക്രോധം കാരണം സമ്മോഹവും ഓർമ്മപ്പിഴയും ബുദ്ധിനാശം എന്നാ പറയുന്നത്. ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ സമ്മോഹം, ഓർമ്മപ്പിഴ, ബുദ്ധിനാശം ഇതും സംഭവിക്കും. ബുദ്ധിനാശത്തിലൂടെ ആ വ്യക്തിയുടെയും നാശം സംഭവിക്കും. ഒരു വ്യക്തി നശിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായോ? ഇന്ന് എന്തെല്ലാം മാനസികമായ പ്രശ്നങ്ങളിലാണ് മനുഷ്യൻ കുടുങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം മൂലമായ കാരണം പിടികിട്ടിയില്ലേ? ഇപ്പോൾ തൻ്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുക എന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടി നമ്മുടെ സമയം നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരുന്നാൽ ഭാവിയിൽ അത്തരം വ്യക്തികൾക്ക് സംഭവിക്കുന്ന ഭവിഷ്യത്താണ് ഈ ശ്ലോകം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത്. എങ്കിൽ ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഇതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾക്ക് ഇതിനൊരു പരിഹാരം ഭഗവാൻ പറഞ്ഞു തരികയാണ്. മനസ്സിനെയും ബുദ്ധിയെയും പരമാത്മാവിലേക്ക് ഏകാഗ്രമാക്കുന്നതിലൂടെ മാത്രമേ ഈ ബുദ്ധിയുടെയും മനസ്സിന്റെയും സ്ഥിരത ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതാണ് ഇവിടെ ഈശ്വരൻ പറഞ്ഞു തരുന്ന പരിഹാരം. അടുത്ത ഒരു ശ്ലോകത്തിൽ 2-ാം അധ്യായത്തിലെ 66-ാം ശ്ലോകത്തിൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. കേൾക്കാം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതഃ ശാന്തിരശാന്തസ്യ ഗതഃ സുഖം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന എന്ന് തുടങ്ങുന്ന ശ്ലോകം. പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. ദിവ്യബുദ്ധിയും ഉറച്ച മനസ്സും ലഭിക്കാതെ മനസമാധാനവും ശാന്തിയും ലഭിക്കില്ല. ശാന്തിയും മനസമാധാനവും ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ സുഖവും ലഭിക്കില്ല. പരിഹാരമായല്ലോ. ലഭിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലഭിക്കാനുള്ള മാർഗം ഈ ശ്ലോകത്തിലുണ്ട്. അപ്പൊ എന്താണ് ലഭിക്കാനുള്ള മാർഗം? പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക.
അത് സ്ഥാപിക്കാത്തവർക്ക് ദിവ്യബുദ്ധിയും ഉറച്ച മനസ്സും ലഭിക്കില്ല. ഉറച്ച മനസ്സും ദിവ്യബുദ്ധിയും ഇല്ലെങ്കിൽ മനസ്സമാധാനവും ശാന്തിയും ലഭിക്കില്ല. അതില്ലെങ്കിൽ സുഖവും ലഭിക്കില്ല. അപ്പൊ ഇത് ഓരോരോന്നും ലഭിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? പരമപുരുഷനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. ആരാണ് ഈ പരമപുരുഷൻ? പുരുഷൻ ആത്മാവ്, പരമപുരുഷൻ പരമാത്മാവ്, ഈശ്വരൻ. ഈശ്വരനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കലാണ് ഇതിനുള്ള ഏക പരിഹാരം എന്നാണ് ഈശ്വരൻ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുക, ഈശ്വരനുമായൊരു ബന്ധം സ്ഥാപിക്കണം. അപ്പോൾ ഇനി ഈ നമ്മുടെ ലൗകികമായ ചുമതലകളും കടമകളും എല്ലാം വെടിഞ്ഞ് ഈശ്വരനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ട് ഇരിക്കാം എന്നാണ് ഉദ്ദേശിച്ചത് ഭഗവാൻ? അല്ല. ഭഗവാൻ അതിനുള്ള തക്കതായ മറുപടി ഇവിടെ തരുന്നുണ്ട്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താണെന്നറിയോ? ഇന്ന് 2 ധ്രുവങ്ങളിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതായത് ഒന്നുകിൽ സന്യാസം അല്ലെങ്കിൽ തോന്യാസം എന്നുള്ള രീതിയിലാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇത് രണ്ടുമല്ലാത്ത ഒരു പരിഹാരമാണ് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ഗീതയിലെ 3-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. 3-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകത്തിൽ ഇതിനുള്ള തക്കതായ ഒരു മറുപടി ഭഗവാൻ തരുന്നു. ന കർമ്മണാമനാരംഭാന്നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഈ ശ്ലോകം നമ്മളോട് പറയുന്നത് കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തനാകുന്നില്ല. ഇനി സന്യാസം സ്വീകരിച്ചിട്ടൊരാള് പൂർണ്ണത നേടുകയുമില്ല. ഇതാണ് പറയുന്നത്. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തമാകില്ല. സന്യാസം, കർമ്മത്തെ അങ്ങോട്ട് സന്യാസം ചെയ്തത് കൊണ്ട് ഒരു വ്യക്തി പൂർണ്ണനാകാം എന്നും വിചാരിക്കേണ്ട. ഇതാണ് ഭഗവാന്റെ നിർദ്ദേശം. മനസ്സിലായോ? അതായത് പൊതുവെ ആത്മീയതയെക്കുറിച്ച് ഒരു പുച്ഛത്തോടുകൂടി പറയുന്ന ഒരു വിഷയമുണ്ട്. ഭൗതിക ജീവിതങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റിയ മാർഗമാണ് ആത്മീയത എന്ന്. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. പലരും ആത്മീയ മാർഗം സ്വീകരിക്കുന്നത് ഭൗതികതയിൽ പച്ച പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവസാനം ഗതികേട് കൊണ്ട് ആത്മീയ മാർഗത്തിലേക്ക് മാറിയതാണ് എന്നാണ് വിചാരിക്കുന്ന പലരും. അല്ല, അവിടെ നമുക്ക് തെറ്റുപറ്റി. കാരണം ഭൗതിക ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് ഒളിച്ചോടിയിട്ട് ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ പറ്റില്ല. അതായത് തീപ്പെട്ടിക്കൂട് കളഞ്ഞിട്ട് തീപ്പെട്ടിക്കൊള്ളി കിട്ടിയിട്ടും കാര്യമില്ല, തീപ്പെട്ടിക്കൊള്ളി കളഞ്ഞിട്ട് തീപ്പെട്ടിക്കൂട് കിട്ടിയിട്ടും കാര്യമില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അപ്പൊ നമ്മുടെ ഭൗതികത എന്ന് പറയുന്നത് തീപ്പെട്ടിക്കോലാണ്, തീപ്പെട്ടിക്കൊള്ളി. നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് ആ കൂടാണ്. അതായത് നമ്മുടെ ഭൗതിക ജീവിതം ആത്മീയ ജീവിതത്തിനുള്ളിൽ സേഫ് ആയിരിക്കണം. മാത്രമല്ല ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും തമ്മിലുള്ള സമ്പർക്കം കൊണ്ടാണ് അവിടെ ഒരു ഉപയോഗം നടക്കുന്നത്. തീപ്പെട്ടിക്കോലും തീപ്പെട്ടിയും ചേർന്നിട്ടുള്ള ആ ഒരു ഉരസലിലാണ് അവിടെ അഗ്നി ഉണ്ടാകുന്നത്. അതുപോലെ ഇതിന്റെ രണ്ടിന്റെയും ഒരു സാമീപ്യം കൊണ്ടാണ് നമ്മുടെ ജീവിതം ഒരു ഉപയോഗമുള്ള ജീവിതമാകുന്നത്. ഒന്ന് കളഞ്ഞിട്ട് ഒന്നുണ്ടാക്കാൻ ഭഗവാൻ പറയുന്നില്ല. ഭൗതികതയ്ക്ക് വേണ്ടിയിട്ട് ആധ്യാത്മികതയെയും കളയരുത്, ആധ്യാത്മികതയ്ക്ക് വേണ്ടിയിട്ട് ഭൗതികതയും കളയരുത്. രണ്ടിനെയും ഒരു രഥത്തിന്റെ 2 ചക്രങ്ങൾ പോലെ കൊണ്ടുപോകണം. ഒന്നും കുറയാൻ പാടില്ല. ഒന്നിനും പ്രാധാന്യം കൂടുതലും കുറവും കൊടുക്കരുത്. രണ്ടും തുല്യമായിട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. ഇതാണ് ഈ ശ്ലോകം നമുക്ക് വിളിച്ചു പറഞ്ഞു തരുന്നത്. കർമ്മത്തെ സന്യസിക്കുന്നവനല്ല പൂർണ്ണത നേടുക. കർമ്മത്തെ സന്യസിച്ചിട്ട് പൂർണ്ണത നേടാൻ പറ്റില്ല. കർമ്മം ചെയ്ത് തന്നെ നമ്മൾക്ക് കർമാതീതമാകണം എന്നാ പറയുക. കർമ്മം ചെയ്ത് വേണം നമ്മൾക്ക് കർമ്മബന്ധനമുക്തമാകാൻ. പുണ്യകർമ്മങ്ങളുടെ ശേഖരണത്തിലൂടെ വേണം നമുക്ക് പാപകർമ്മങ്ങളുടെ ശേഖരണത്തെ ഇല്ലായ്മ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് കർമ്മം ത്യജിക്കൽ ഒന്നിനുമുള്ള ഒരു പരിഹാരമല്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി അത്യുത്തമനായിട്ടുള്ള ആൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടി കൃത്യമായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് 3-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകത്തിൽ. യത്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈഹി കർമ്മയോഗമസക്തഃ സവിശിഷ്യതേ. ഈ ശ്ലോകം പറയുന്നത് ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തനനിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് ആസക്തി കൂടാതെ യോഗയുക്തനായി കർമ്മം ചെയ്യും. അവരാണ് അത്യുത്തമൻ. മനസ്സിലായോ? ആത്മാർത്ഥതയുള്ള ആൾ എന്തു ചെയ്യും? തന്റെ കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തനനിരതമാക്കി വെച്ചിട്ടുണ്ടാവും. പ്രവർത്തനനിരതമായ കർമ്മേന്ദ്രിയങ്ങളായിരിക്കും, പക്ഷെ അവയെ മനസ്സുകൊണ്ട് നന്നായി നിയന്ത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ആസക്തി കൂടാതെ യോഗയുക്തനായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അവരാണ് ഉത്തമരായ മനുഷ്യർ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് തൻ്റെ
ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഒന്നും നിർത്തിവെച്ചിട്ടുണ്ടായിരിക്കില്ല. അദ്ദേഹം സംസാരിക്കും, അദ്ദേഹം കേൾക്കും, കാണും, കർമ്മങ്ങൾ ചെയ്യും, നമ്മളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരും, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളുടെ കൂടെയൊക്കെ തന്നെ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹം തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ആസക്തികളിൽ നിന്ന് മുക്തനായി യോഗയുക്തമായ മനോബുദ്ധികൾ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നവരാണ് അത്യുത്തമന്മാരായ വ്യക്തികൾ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈ യോഗയുക്തമായി കർമ്മം ചെയ്യുക എന്ന് പറയുന്ന ആ ഭാഗമാണ് ഇനി നമുക്ക് വ്യക്തമാക്കി കിട്ടേണ്ടത്. എന്താണ് യോഗയുക്തമായ അവസ്ഥ? യോഗം, നമ്മൾ യോഗമാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ യോഗം എന്നുള്ള പദം ഇവിടെ ഭഗവാൻ പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് യോഗയുക്തമായി മാറാൻ വേണ്ടിയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സ് യോഗയുക്തമാകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? യോഗം എന്നാൽ എന്താണ്? ഇതറിയാം. യോഗം എന്നാൽ സംയോജനം. നമ്മൾ ആദ്യ പാഠത്തിൽ പറഞ്ഞിരുന്നു, യോഗം എന്നാൽ സംയോജനം. ആരുമായിട്ടുള്ള സംയോജനം? രാജയോഗം എന്നത് ഈശ്വരനുമായിട്ടുള്ള അത്യുന്നതമായ കൂടിക്കാഴ്ചയാണ്, സംയോജനമാണ്. അപ്പോൾ യോഗയുക്തമായിട്ടിരിക്കുക എന്ന് വെച്ചാൽ മനസ്സ് പരമാത്മാവിലേക്ക് കണക്റ്റായിട്ടിരിക്കുക, പരമാത്മാവുമായി ബന്ധിപ്പിച്ച മനസ്സോടുകൂടി ജീവിക്കുക. യോഗയുക്തമാകണമെങ്കിൽ ഈശ്വരനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. അപ്പോൾ ആ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഈശ്വരനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുകയും വേണം. ഈശ്വരനുമായിട്ട് നമ്മുടെ ബന്ധം എന്താണ്? ഇതാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. ഈശ്വരൻ നമ്മുടെ ആരാ? നമ്മുടെ ആരാണ്? ചിലരോട് ഈശ്വരൻ ആരാന്ന് ചോദിച്ചാൽ ഭഗവാൻ എന്ന് പറയും. ഭഗവാൻ ആരാ ചോദിച്ചാൽ അത് ദൈവം. ദൈവം ആരാ? ഗോഡ്. ഇങ്ങനെ മറ്റു പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവം നമ്മുടെ ആരാ? നമ്മളുമായിട്ട് എന്താ ദൈവത്തിന് റിലേഷൻ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ സഹജമായിട്ട് നമ്മളുടെ എല്ലാം മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പൊതുവെ പഠിച്ചിട്ടുള്ള ഒരു ചെറിയ സ്തുതിഗീതമുണ്ട് ഈശ്വരന്റെ. എല്ലാവരും ചൊല്ലിയിട്ടുണ്ടായിരിക്കും. ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ എന്ന്. എന്താണ് ഇതിൽ പറയുന്നത്? അങ്ങ് തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും, അങ്ങ് തന്നെയാണ് എൻ്റെ ബന്ധുവും കൂട്ടുകാരനും, അങ്ങ് തന്നെയാണ് എല്ലാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരനുമായിട്ട് നമുക്ക് സർവ്വ സംബന്ധങ്ങളും ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട ബന്ധമായിട്ട് പറയുന്നത് ഈശ്വരൻ നമ്മുടെ അച്ഛനും അമ്മയുമാണ് എന്നുള്ളതാണ്. ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, അങ്ങ് എൻ്റെ അച്ഛനുമാകുന്നു അമ്മയുമാകുന്നു. അപ്പോൾ നമ്മുടെ അച്ഛനുമാണ് ഈശ്വരൻ, അമ്മയുമാണ് ഈശ്വരൻ. നമ്മുടെ എന്ന് വെച്ചാൽ ആരുടെ? ആത്മാവിന്റെ. നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ശരീരത്തിന്റെ അച്ഛനും അമ്മയും അല്ല ഈശ്വരൻ, ആത്മാവിന്റെ അച്ഛനും അമ്മയുമാണ് ഈശ്വരൻ. ശരീരത്തിന്റെ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. നമ്മുടെ ശരീരത്തെ ജനിപ്പിക്കുവാൻ കാരണഹേതുക്കളായവർ, അവരാണ് ശരീരത്തിന്റെ മാതാപിതാക്കൾ. ആത്മാവിന്റെ പരിപാലകനായി എല്ലാ ജന്മങ്ങളിലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മാവിന്റെ പിതാവ്. നമ്മുടെ ശരീരത്തെ പരിപാലിക്കുന്നവര് ശരീരത്തിന്റെ മാതാപിതാക്കൾ, ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നത് ആത്മാവിന്റെ മാതാപിതാവായ ഈശ്വരൻ ഭഗവാൻ. അപ്പോൾ ആ അച്ഛനെ നമുക്ക് മനസ്സിലാക്കുക, അതെന്റെ അച്ഛനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരച്ഛന്റെ സ്ഥാനത്ത് കാണാൻ പഠിക്കുക. ഇതാണ് ഈ യോഗം അഭ്യസിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത്. ഈശ്വരനെ ഏതോ ഒരാളായി കാണാതെ തൻ്റെ അച്ഛനായിട്ട് കാണാൻ പഠിക്കുക. അത് ഒരു യോഗിക്ക് വളരെ ആവശ്യമാണ് ഈ ഭാവന. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ഒരു ഭാഗത്തിൽ ഈശ്വരനുമായി ബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള വിവിധ വഴികളാണ് നമ്മൾ ചിന്തിക്കാനിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഭാഗം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അടുത്ത ഭാഗം മുതൽ ഈശ്വരനുമായിട്ടുള്ള പരമമായ സംയോജനത്തിലേക്കുള്ള കവാടം നമുക്ക് തുറന്നു കിട്ടും. നമ്മളെല്ലാവരും കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം ശാന്തി. ആത്മജ്ഞാനബോധം കൺകളിൽ നവരത്നശോഭതൻ മുഖപ്രസാദം പരമാനന്ദഭാവം നയനയുക്തം ദിവ്യപൂർണപ്രഭാമയ സത്യ
കടാക്ഷം അഷ്ടാധിപത്യ പ്രസരണ പ്രകാശം നിത്യചൈതന്യ നിരാകാരസ്വരൂപം